ചില റെസിപ്പികൾ കാണുമ്പോഴേ എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരൂലേ. അങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വേറൊന്നുമല്ല, നമ്മുടെ ഷെഫ് അശ്വിൻ്റെ ചെമ്മീൻ നിർവ്വാണയാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിലുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്ത് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത പ്രോസസ്സ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചെമ്മീനിലേക്ക് ഈ ഗ്രീൻ കളറിലുള്ള മസാല തേച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് കുറവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ചെമ്മീൻ 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിൽ നമുക്ക് ആ ഒരു എക്സസ് ആയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ചെമ്മീൻ മാത്രത്തിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു സൈഡൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ല പോലെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാലയില്ലേ, അത് എക്സസ് ആയിട്ടുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ കുറച്ചധികം തന്നെ ഒന്ന് മൊരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ ഒന്ന് കളറാവാൻ നിൽക്കണ്ട കേട്ടോ. അതിന് മുന്നേ തന്നെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ചെമ്മീനിൽ നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ആ ഒരു മസാല ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഗ്രീൻ കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടെ ആർഭാടാക്കി എടുക്കാൻ വേണ്ടിയിട്ടേ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ച് നമുക്ക് ഇതിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ഗ്രീൻ കളറിലുള്ള നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിലൊക്കെ കിടന്നിട്ടേ നമ്മുടെ ചെമ്മീനൊക്കെ ഇങ്ങനെ നല്ല പോലെ വറ്റി വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ പല രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ മസാലയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഓട്ടടയുടെ ഒക്കെ കൂടെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഓട്ടടയുടെ കൂടെ കഴിക്കാനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളി. ചെമ്മീൻ ലവേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്, സംഭവം സെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ്, ഈസി അല്ലേ?